നമസ്കാരം സുഹൃത്തുക്കളെ, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പ്രിലിംസ് പരീക്ഷയുടെ ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഏപ്രിൽ മാസം ആയിരിക്കും എന്നേ നമുക്ക് അറിയാവുന്നുള്ളൂ. ഇന്ന് PSC കലണ്ടർ പ്രസിദ്ധീകരിച്ചു. ഏപ്രിൽ മാസത്തിൽ തന്നെയാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പരീക്ഷയുടെ പ്രിലിംസ് നടക്കാൻ പോകുന്നത്. അതായത് ഡിഗ്രി പ്രിലിംസ് 1ാം ഘട്ട പരീക്ഷ നടക്കാൻ പോകുന്നത്. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് മാത്രമല്ല, സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്, വിമൻ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്, ഫീൽഡ് ഓഫീസർ മുതലായ പരീക്ഷകളൊക്കെ ഏപ്രിൽ മാസത്തിലായിരിക്കും. അപ്പൊ ആ വക ഡീറ്റെയിൽസും കാര്യങ്ങളും കൺഫർമേഷൻ കൊടുക്കേണ്ട ഡേറ്റ്സും കാര്യങ്ങളും ഒക്കെ പറയാം. ഇപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ടിപ്സ് ആൻഡ് ട്രിക്സ് ഫാമിലിയിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫാമിലി മെമ്പർ ആവുക. സ്വാഗതം. Examination program for the month of April 2023 for submitting confirmation. അപ്പോൾ നിങ്ങളുടെ ഫോണിൽ ഇന്നലെ മെസ്സേജ് വന്നിട്ടുണ്ടായിരിക്കും, ഇന്ന് തൊട്ട് കൺഫർമേഷൻ കൊടുത്ത് തുടങ്ങാം എന്ന്. അപ്പോൾ അത് ഏതൊക്കെ പരീക്ഷകൾക്കാണ് എന്ന് നോക്കാം. ഏപ്രിൽ മാസം 1ാം തീയതി ജൂനിയർ സയന്റിഫിക് അസിസ്റ്റന്റിന്റെ പരീക്ഷ നടക്കാനിരിക്കുകയാണ്. കേരള സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്. സിലബസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. മെയിൻ ടോപ്പിക്സ്, അതായത് ഇവരുടെ പോസ്റ്റുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള ടോപ്പിക്സ് ആണുള്ളത്, അല്ലാതെ ജനറൽ PSCയുടെ ടോപ്പിക്സ് അല്ല ഉള്ളത്. അപ്പൊ സിലബസ് ഒക്കെ നോക്കുക. പിന്നെ സിലബസ് വേണം എന്നുള്ളവർക്ക് ഈ PDF ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസും കിട്ടുന്നതായിരിക്കും. പിന്നെ പരീക്ഷയുടെ ഡ്യൂറേഷൻ ഒന്ന് ശ്രദ്ധിക്കുക. 1 മണിക്കൂർ 30 മിനിറ്റ് ആണ് ഡ്യൂറേഷൻ, അതായത് 90 മിനിറ്റ് ആണ് ഡ്യൂറേഷൻ വരുന്നത്. 33,129 കാൻഡിഡേറ്റ്സ് ആണ് ഈ പരീക്ഷയ്ക്ക് അപ്പിയർ ചെയ്യാൻ പോകുന്നത്. ഇതിന്റെ കൺഫർമേഷൻ നിങ്ങൾക്ക് ഇന്നു മുതൽ നൽകാവുന്നതാണ്. ജനുവരി മാസം 21 മുതൽ ഫെബ്രുവരി 9 വരെ ഈ പരീക്ഷയ്ക്ക് കൺഫർമേഷൻ നൽകാം. അങ്ങനെ സക്സസ്ഫുള്ളി കൺഫർമേഷൻ സബ്മിറ്റ് ചെയ്യുന്നവർക്ക് മാർച്ച് 18 മുതൽ ഹാൾ ടിക്കറ്റ് ലഭ്യമാകുന്നതായിരിക്കും. ഇനി ഏപ്രിൽ 3 ഇൻസ്ട്രക്ടർ ഇൻ ഫിസിക്കൽ എഡ്യൂക്കേഷൻ, ഫിസിക്കൽ ഇൻസ്ട്രക്ടർ പരീക്ഷ നടക്കാനിരിക്കുക. 1286 കാൻഡിഡേറ്റ്സ് ആണ് അപ്പിയർ ചെയ്യുന്നത്. ഇതിന്റെയും സിലബസ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിലബസ് കിട്ടുന്നതായിരിക്കും. കൺഫർമേഷൻ ഇപ്പോൾ മുതൽ നൽകാവുന്നതാണ്. കൺഫർമേഷൻ നൽകുന്നവർക്ക് മാർച്ച് 20 മുതൽ ഹാൾ ടിക്കറ്റ് ലഭ്യമാകുന്നതായിരിക്കും. ഇനി ഏപ്രിൽ 4 റെഫ്രിജറേഷൻ മെക്കാനിക്കിന്റെ പരീക്ഷ വരുന്നുണ്ട്. 2219 പേരാണ് അപ്പിയർ ചെയ്യുന്നത്. ഇതിന്റെയും കൺഫർമേഷൻ ഇപ്പോൾ മുതൽ നൽകാം. മാർച്ച് 21 മുതൽ ഹാൾ ടിക്കറ്റ് കിട്ടുന്നതായിരിക്കും. ഇനി മാർച്ച് 4 തന്നെ ഫിഷറീസ് ഓഫീസർ, ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിന്റെ പരീക്ഷയുണ്ട്. 14,165 പേരാണ് അപ്പിയർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇതിനും കൺഫർമേഷൻ ഇപ്പോൾ മുതൽ നൽകാം. മാർച്ച് 21 ഹാൾ ടിക്കറ്റ് കിട്ടുന്നതായിരിക്കും. ഇനി ഏപ്രിൽ 5 ലബോറട്ടറി അസിസ്റ്റന്റ് കോമൺ ഫെസിലിറ്റി സർവീസ് സെന്റർ ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് പരീക്ഷ നടക്കാനിരിക്കുക. 626 പേരാണ് അപ്പിയർ ചെയ്യുന്നത്. ഹാൾ ടിക്കറ്റ് 22 മാർച്ച് മുതൽ ലഭ്യമാകുന്നതായിരിക്കും. ഇനി മാർച്ച് 5 റിപ്പോർട്ടർ ഗ്രേഡ് 2 മലയാളം ലെജിസ്ലേച്ചർ സെക്രട്ടേറിയറ്റിലേക്കുള്ള പരീക്ഷ മുസ്ലിം കാറ്റഗറിയാണ്. NCA നോട്ടിഫിക്കേഷൻ ആണ്. അന്ന് ഡിക്റ്റേഷൻ ആൻഡ് ട്രാൻസ്ക്രിപ്ഷൻ ടെസ്റ്റ് ആണ്. മലയാളം ഹയർ 66 പേരാണ് അപ്പിയർ ചെയ്യാൻ പോകുന്നത്. അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ തന്നിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഹാൾ ടിക്കറ്റ് നിങ്ങൾക്ക് 22/3/2023 മുതൽ ലഭ്യമാകുന്നതായിരിക്കും. ഇനി ഏപ്രിൽ 11 സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ പരീക്ഷ വരുന്നുണ്ട്. സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് 26,003 പേരാണ് അപ്പിയർ ചെയ്യുന്നത്. ഇതിന് സ്പെഷ്യൽ ടോപ്പിക്സ് ആണ്. മെയിൻ ആയിട്ട് അക്കൗണ്ടൻസി ആൻഡ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, ലോ, ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ, ജനറൽ നോളജ്, റിനൈസൻസ് ഇൻ കേരള, കറണ്ട് അഫയേഴ്സ്. ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് ഇവിടെ ക്ലിക്ക് ചെയ്താൽ കിട്ടുന്നതായിരിക്കും. ഹാൾ ടിക്കറ്റ് മാർച്ച് 28 ലഭ്യമാകുന്നത്. ഇതിന്റെയൊക്കെ കൺഫർമേഷൻ നിങ്ങൾക്ക് ഇപ്പോൾ കൊടുക്കാവുന്നതാണ്. ഇനി ഏപ്രിൽ 12 ഓവർസിയർ കേരള സ്റ്റേറ്റ് കാഷ്യൂ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ പരീക്ഷ 50,661 പേരാണ് അപ്പിയർ ചെയ്യുന്നത്. ഇതിന്റെ മെയിൻ ടോപ്പിക്സ് ഇവരുടെ സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ടോപ്പിക്സ് ആണ് ഉള്ളത്. പിന്നെ ഇതിന്റെ കൺഫർമേഷൻ ഇപ്പോൾ മുതൽ നൽകാം. ഹാൾ ടിക്കറ്റ് വരുന്നത് മാർച്ച് 29 ഇനി ഏപ്രിൽ 12 സ്റ്റാറ്റിസ്റ്റീഷ്യൻ കിർത്താഡ്സിലേക്കുള്ള സ്റ്റാറ്റിസ്റ്റീഷ്യൻ പരീക്ഷ നടക്കുക. 1525 പേരാണ് അപ്പിയർ ചെയ്യുന്നത്. മെയിൻ ടോപ്പിക്സ് PG ലെവലിൽ സ്റ്റാറ്റിസ്റ്റിക്സ് 100 മാർക്കിന് അവരുടെ ആ ഒരു സബ്ജക്റ്റ് മാത്രമേ ഉള്ളൂ. മാർച്ച് 29 ഹാൾ ടിക്കറ്റ് കിട്ടുന്നത്.
ഇനി ഏപ്രിൽ 13 ലബോറട്ടറി അസിസ്റ്റന്റ് ഫാക്ടറി സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡ് പരീക്ഷയുണ്ട്. 17,584 പേരാണ് അപ്പിയർ ചെയ്യുന്നത്. മാർച്ച് 30 ഹാൾ ടിക്കറ്റ് കിട്ടുന്നത്. ഇനി ഏപ്രിൽ 13 ടെക്നിക്കൽ അസിസ്റ്റന്റ് ഡ്രഗ്സ് കൺട്രോൾ പരീക്ഷ വരുന്നുണ്ട്. 11,541 പേരാണ് അപ്പിയർ ചെയ്യുന്നത്. ഹാൾ ടിക്കറ്റ് മാർച്ച് 30 കിട്ടുന്നത്. ഇനി ഏപ്രിൽ 13 ടെക്നിക്കൽ അസിസ്റ്റന്റ് ഡ്രഗ്സ് കൺട്രോൾ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആണ് ഫോർ SC/ST ഒള്ളി. 1839 പേരാണ് അപ്പിയർ ചെയ്യുന്നത്. 30/3/2023 മുതൽ ഹാൾ ടിക്കറ്റ് കിട്ടും. ഈ പറഞ്ഞ ടെക്നിക്കൽ അസിസ്റ്റന്റ്, അതുപോലെ ടെക്നിക്കൽ അസിസ്റ്റന്റ് ഡ്രഗ്സ് കൺട്രോൾ, പിന്നെ ലബോറട്ടറി അസിസ്റ്റന്റ്, ഇതിനൊക്കെ എന്തോ ആയിരിക്കും, കോമൺ ടെസ്റ്റ് ആയിരിക്കും ഉണ്ടായിരിക്കാം. ഇനി ഏപ്രിൽ 18 ജൂനിയർ ഇൻസ്ട്രക്ടർ അരിത്തമെറ്റിക് കം ഡ്രോയിങ് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് പരീക്ഷ നടക്കാനിരിക്കുക. 51,295 പേരാണ് അപ്പിയർ ചെയ്യുന്നത്. അപ്പൊ ഇതിനും നിങ്ങൾക്ക് കൺഫർമേഷൻ ഇപ്പോൾ മുതൽ നൽകാവുന്നതാണ്. ഹാൾ ടിക്കറ്റ് ഏപ്രിൽ 4 ലഭ്യമാകുന്നത്. ഇനി ഏപ്രിൽ 19 ട്രീറ്റ്മെന്റ് ഓർഗനൈസർ ഗ്രേഡ് 2 വിവിധ ജില്ലകളിലേക്കുള്ള ജില്ലകൾ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിലബസ് കിട്ടുന്നതായിരിക്കും. ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ഓൺ TB ഹെൽത്ത് വിസിറ്റേഴ്സ് കോഴ്സ് 100 മാർക്കിനും അത് തന്നെയാണ്. ഏപ്രിൽ 5 ഹാൾ ടിക്കറ്റ് കിട്ടുന്നത്. ഇനി ഏപ്രിൽ 19 ട്രീറ്റ്മെന്റ് ഓർഗനൈസർ ഗ്രേഡ് 2 ഹെൽത്ത് സർവീസസിന്റെ പരീക്ഷ, അതായത് അടുത്ത വിവിധ ജില്ലകളിലേക്ക് അതാ പറഞ്ഞേക്കുന്നത്, കോമൺ ടെസ്റ്റ് ആയിരിക്കും. 5/4/2023 മുതലായിരിക്കും ഹാൾ ടിക്കറ്റ്. ഇനി ഏപ്രിൽ 25 10th ലെവൽ മെയിൻ പരീക്ഷ സ്റ്റാർട്ട് ചെയ്യാണ്. ഇപ്പൊ ഏപ്രിൽ മുതലാണ് 10th ലെവൽ മെയിൻസിന്റെ പരീക്ഷ. ഏപ്രിൽ 25 ആദ്യത്തെ പരീക്ഷ SSLC ലെവൽ മെയിൻ എക്സാമിനേഷൻ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ, ഫീമെയിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ, കാറ്റഗറി നമ്പർ 3. ഡീറ്റെയിൽ സിലബസ് ഓൾറെഡി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സിലബസ് കിട്ടുന്നതായിരിക്കും. ഇനി മെയ് 26 ട്രേഡ്സ്മാൻ ഇൻഫർമേഷൻ ടെക്നോളജി ടെക്നിക്കൽ എഡ്യൂക്കേഷൻ പരീക്ഷ പാലക്കാട് ജില്ലയിലേക്ക് 3,561 പേരാണ് അപ്പിയർ ചെയ്യുന്നത്. ഇവരുടെ സബ്ജക്ട് മാത്രമാണ് ഇൻഫർമേഷൻ ടെക്നോളജി NTC ലെവൽ 100 മാർക്ക്. ഹാൾ ടിക്കറ്റ് വരുന്നത് ഏപ്രിൽ 12 ഇനി ഏപ്രിൽ 27 SSLC ലെവൽ മെയിൻ എക്സാമിനേഷൻ അസിസ്റ്റന്റ് സെയിൽസ്മാൻ കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ലിമിറ്റഡ്. അപ്പൊ ഈ മെയിൻസ് പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് കൺഫർമേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ സിലബസിന് വേണ്ടി ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. ഇനി ഏപ്രിൽ 28 റിസർച്ച് ഓഫീസർ കെമിസ്ട്രി, ബയോ കെമിസ്ട്രി, ആയുർവേദ മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡ്രഗ്സ് സ്റ്റാൻഡർഡൈസേഷൻ യൂണിറ്റ് 357 പേരാണ് അപ്പിയർ ചെയ്യുന്നത്. ഡീറ്റെയിൽ ആയിട്ട് സിലബസിന് ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. ഇവരുടെ സബ്ജക്ട് മാത്രമേ ഉള്ളൂ, ബയോ കെമിസ്ട്രിയും കെമിസ്ട്രിയും മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതിന്റെ ഹാൾ ടിക്കറ്റ് ഏപ്രിൽ 13 വരുന്നത്. ഇനി നമ്മുടെ ഡിഗ്രി ലെവൽ പ്രിലിമിനറി പരീക്ഷ ഏപ്രിൽ 29 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതായത് സ്റ്റേജ് 1 ആണ്. അതിൽ വരുന്ന പരീക്ഷയാ ഫീൽഡ് ഓഫീസർ കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ്. ഓൾറെഡി നിങ്ങളുടെ കയ്യിൽ സിലബസ് കിട്ടിയിട്ടുണ്ടായിരിക്കും. അല്ലാത്തവർ ഈ PDF ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ഡീറ്റെയിൽ സിലബസ് നമ്മുടെ ഡിഗ്രി പ്രിലിംസിന്റെ സിലബസ് തന്നെ. ജനറൽ നോളജ് 40 മാർക്ക്, കറണ്ട് അഫയേഴ്സ് 10 മാർക്ക്, സിമ്പിൾ അരിത്തമെറ്റിക് മെന്റൽ എബിലിറ്റി ആൻഡ് റീസണിംഗ് 20 മാർക്ക്, ജനറൽ ഇംഗ്ലീഷ് 20 മാർക്ക്, റീജിയണൽ ലാംഗ്വേജ് മലയാളം, തമിഴ്, കന്നഡ 10 മാർക്ക്. ഹാൾ ടിക്കറ്റ് വരുന്ന ഡേറ്റ് വന്നിട്ടില്ല. നിങ്ങൾക്ക് കൺഫർമേഷൻ ഇപ്പോൾ മുതൽ ഇന്നു മുതൽ തന്നെ കൊടുക്കാവുന്നതാണ്. നേരത്തെ തന്നെ കൊടുത്തേക്കാം. ഇനി യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, ഒരുപാട് പേര് എഴുതുന്ന പരീക്ഷ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്. അതായത് നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സിന്റെ ഇതൊന്ന് നോക്കിക്കേ, 5,59,733 സ്റ്റേജ് 1 എഴുതുന്ന യൂണിവേഴ്സിറ്റീസ് ഇൻ കേരള അസിസ്റ്റന്റ്. അപ്പോൾ ഇതിന് നിങ്ങൾക്ക് കൺഫർമേഷൻ ഇന്നലെ തന്നെ ഫോണിൽ മെസ്സേജ് വന്ന് കാണും. ഇന്ന് മുതൽ കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ട്രെയിനി, പോലീസ് കേരള സിവിൽ പോലീസ് ഓപ്പൺ മാർക്കറ്റ്, ഇതും പ്രിലിമിനറി എക്സാമിന്റെ കൂടെ തന്നെ വരുന്നതാണ്. ഏപ്രിൽ 29 പരീക്ഷ. നിങ്ങൾക്ക് ഈ സബ് ഇൻസ്പെക്ടറിന് കൺഫർമേഷൻ കൊടുക്കാവുന്നത് ഫെബ്രുവരി 2 മുതലാണ്. കാരണം ഫെബ്രുവരി 1 മുതൽ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് കൊടുക്കാം. അതായത് നിങ്ങളുടെ പ്രൊഫൈലിൽ നോട്ടിഫിക്കേഷൻ ഉണ്ടായിരിക്കും, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. എന്നിട്ട് ഫെബ്രുവരി 2 മുതലായിരിക്കും നിങ്ങൾക്ക് കൺഫർമേഷൻ കൊടുക്കാവുന്നത്. പിന്നെ ഏപ്രിൽ 29 സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ട്രെയിനി, പോലീസ് കേരള സിവിൽ പോലീസ്,
പ്രിലിമിനറി എക്സാമിന്റെ കൂടെ തന്നെ നടത്തുന്നതാണ്. ഫെബ്രുവരി 2 പരീക്ഷ. അതുപോലെ ഈ റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്ന റിക്രൂട്ട്മെന്റ് ഫ്രം എമംഗ് ദ ഗ്രാജുവേറ്റ് മിനിസ്റ്റീരിയൽ സ്റ്റാഫ് ഓഫ് പോലീസ് ആൻഡ് വിജിലൻസ് ഡിപ്പാർട്ട്മെന്റ് എന്ന് വെച്ചാൽ ഡിപ്പാർട്ട്മെന്റിലുള്ള ആൾക്കാർക്കും ഇത് എഴുതാൻ പറ്റും. അതുപോലെ തന്നെ റിക്രൂട്ട്മെന്റ് ഫ്രം എമംഗ് ദ ഗ്രാജുവേറ്റ് പോലീസ് കോൺസ്റ്റബിൾ, ഹെഡ് കോൺസ്റ്റബിൾ ആൻഡ് ഓഫീസേഴ്സ് ഓഫ് കറസ്പോണ്ടിംഗ് റാങ്ക് ഇൻ പോലീസ് ആൻഡ് വിജിലൻസ് ഡിപ്പാർട്ട്മെന്റ് അവർക്കും ഈ ഒരു പരീക്ഷ എഴുതാവുന്നതാണ്. പിന്നെ ആംഡ് പോലീസ് ബറ്റാലിയൻ അതിൻ്റെയും SI സബ് ഇൻസ്പെക്ടർ അതും ഈ പ്രിലിമിനറി എക്സാമിന്റെ കൂടെ തന്നെ നടത്തുന്നതാണ്. പിന്നെ റിക്രൂട്ട്മെന്റ് എമംഗ് ഗ്രാജുവേറ്റ് ഹെഡ് കോൺസ്റ്റബിൾ, പോലീസ് കോൺസ്റ്റബിൾ എക്സെട്ര അതും ഇതിന്റെ കൂടെ തന്നെ നടത്തുന്നതാണ് ആംഡ് പോലീസിന്റെ. അപ്പൊ ഈ പറഞ്ഞ 20 മുതൽ 26 വരെയും പ്രിലിമിനറി എക്സാം ആണ്, കോമൺ ടെസ്റ്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് മെയിൻ ആയിട്ടും ഈ ഒരു കലണ്ടറിൽ പറയാനുള്ളത്. നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, SI ഓഫ് പോലീസ്, വിമൻ SI, അതുപോലെ ഫീൽഡ് ഓഫീസർ മുതലായ പരീക്ഷകളുടെ ഡേറ്റ് വന്നിട്ടുണ്ട്. നോട്ട് ചെയ്ത് വെച്ചേക്കാം. കോമൺ ഡിഗ്രി പ്രിലിംസ് 2023 29/4/2023 ഒന്നാം ഘട്ട പരീക്ഷ. പല ഘട്ടങ്ങളിലായിട്ടായിരിക്കും നടത്തുന്നത്. ഒന്നാം ഘട്ട പരീക്ഷയുടെ ഡേറ്റ് ആണ് വന്നേക്കുന്നത്. ഓക്കെ, അപ്പൊ കുറെ പേർക്കൊക്കെ 5 ലക്ഷം സംതിങ് ആൾക്കാർക്ക് ഒന്നാം ഘട്ടത്തിൽ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇൻഫോർമേഷൻ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കാം. പിന്നെ അറിയാത്തവരുണ്ടെങ്കിൽ, നമ്മുടെ ചാനലിനെ പറ്റി അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനൊരു ചാനൽ ഉണ്ടെന്നും പിന്നെ ക്ലാസ്സുകളൊക്കെ ഉണ്ടെന്നും നിങ്ങളൊന്ന് പറയുക. വീഡിയോസ് ഇവിടെ ലൈക്ക് മറക്കണ്ട. പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്തേക്കാം. എല്ലാ അപ്ഡേറ്റുകളും ടെലഗ്രാം ചാനൽ വഴിയാണ് കൊടുക്കുന്ന മസ്റ്റാണ്. പിന്നെ നമ്മുടെ 10th മെയിൻസിന്റെ 100 ഡേയ്സ് ടൈം ടേബിൾ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ മസ്റ്റായിട്ട് നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഉണ്ടായിരിക്കണം. എല്ലാം ഫ്രീ ആയിട്ടാണ് എല്ലാ ഗൈഡൻസും മെറ്റീരിയൽസും ഒക്കെ കൊടുക്കുന്ന. ഫസ്റ്റ് കമന്റിൽ ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വീണ്ടും കാണാം. താങ്ക് യു.